നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ചക്കരച്ചോറിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും രുചികരമായും എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഈ പച്ചരി 4-5 വെള്ളത്തിൽ കഴുകിയതിനു ശേഷം വെള്ളം വാർത്തെടുക്കുക. പിന്നീട് അതൊരു കുക്കറിലേക്ക് നമുക്കിട്ട് കൊടുക്കാം. 1 കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് മൂടി വച്ചതിന് ശേഷം സ്റ്റൗവിൽ വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം. 3 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫാക്കി. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. 2 ആണി ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു ശർക്കര പാനി റെഡിയാക്കി. നമ്മുടെ അരി വെന്തതിന് ശേഷം അത് നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ശർക്കര അരിച്ചതിന് ശേഷം ഒഴിക്കാം. ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം. അരക്കപ്പ് തേങ്ങ ചിരകിയതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായി യോജിപ്പിച്ചെടുക്കുക. കാൽ ടീസ്പൂൺ ജീരകവും 1 നുള്ളു ഉപ്പും ഇട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കാവുന്നതാണ്. കുറച്ച് ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായി യോജിപ്പിച്ചെടുക്കുക. പിന്നീട് ഇതിലേക്ക് നമുക്ക് 2 ചെറുപഴം ചെറുതായിട്ട് അരിഞ്ഞത് ഇതുപോലെ അരിഞ്ഞതിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. തീ ലോ ഫ്ലെയിമിൽ തന്നെ അത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് നമുക്ക് ഒരു നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. ഞാനിവിടെ മുന്തിരി മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് വേവിച്ച് വെച്ച ചക്കരച്ചോറിലേക്കിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം നമുക്ക് മൂടി തുറന്നിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പോഴേക്കും നമ്മൾ പഴമൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. സൂപ്പർ ചക്കരച്ചോറാണ്. കുട്ടികൾക്ക് ഈ മഴക്കാല സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ കഴിച്ചോളും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.